സത്യം പറഞ്ഞാൽ ഷെഫിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിന്റെ ABCD അറിയില്ല. പക്ഷെ ഞാൻ ഷെഫിന്റെ വീഡിയോ കണ്ടിട്ട് മീൻകറി ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ അതുപോലെ ഒരുപാട് പേര് ഷെഫിന്റെ വീഡിയോസ് കണ്ടിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടംപോലെ വരാറുണ്ട്. കുറെ ആൾക്കാർ നമ്മളങ്ങനെ ചെറിയ വീഡിയോസ് ആയതുകൊണ്ടായിരിക്കും കുക്കിംഗ് കുറച്ച് ഈസി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറെ ബാച്ചിലേഴ്സ്, എസ്പെഷ്യലി ബാച്ചിലേഴ്സ്, നമ്മൾ UAE ആയതുകൊണ്ട് തന്നെ കുറെ ബാച്ചിലർ കമ്മ്യൂണിറ്റി അവിടെ കൂടുതലുള്ളതുകൊണ്ടും അവർ മെസ്സേജ് ചെയ്യാറുണ്ട്, ചേട്ടാ ഞങ്ങളെ കണ്ട് കുക്ക് ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈം ആണ്, നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട്. വളരെ സന്തോഷം അത് കേൾക്കുമ്പോഴേക്കും. ഷെഫിന് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് മെസ്സേജ് എന്തായിരിക്കും? കുറെ ഉണ്ട്, അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല, ഇഷ്ടംപോലെ മെസ്സേജ്. ഞാനൊരു വട്ടം ഷെഫിന് മെസ്സേജ് അയച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്താണെന്നറിയോ, ഞാനൊരു ദിവസം രാത്രി ഒന്ന് വിശന്നിരിക്കുന്ന സമയത്ത്, കാരണം ഈ 1 മണി 2 മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ആ സമയത്ത് അപ്പം നമുക്ക് പിന്നെ ഇപ്പൊ കുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുവാണെങ്കിൽ തന്നെ ഒന്നും വാങ്ങാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ബീഫൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ 1 മണിക്ക് 2 മണിക്കൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ വീഡിയോ ഇടുമ്പോ എനിക്കറിയില്ല കറക്റ്റ് എനിക്ക് 2 മണി ആ സമയത്താണ് ഈ വീഡിയോസ് അതെ മനഃപൂർവ്വം സമയത്ത് എടുത്തോളൂ. വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും ഇത് വരുന്നത്. രാത്രി ആകുമ്പോഴേക്കും ഒരു 8:30 9 o'clock ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്ത് കൊടുക്കും. ആൾക്കാർ സന്തോഷിക്കട്ടെ. അങ്ങനെ ആൾക്കാർ നമ്മൾ ആദ്യം വിളിച്ചിട്ട് 4 ചീത്ത പറയും, താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. ലാസ്റ്റ് ചേട്ടാ സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറയുന്നത് പറയും. സന്തോഷം. ചീത്ത പറഞ്ഞാലും ആൾക്കാർ ഹാപ്പിയാണ്. ഷെഫ് അതിങ്ങനെ കഴിച്ച് കാണിക്കുന്നതാണെന്ന് തന്നെ എന്റെ അമ്മേ നമുക്ക് വിശക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമായിരിക്കും, ഇങ്ങനെ ഇന്ന് കുക്ക് ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കിടക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഷെഫിന്റെ വീഡിയോ കാണുമ്പോ ബാ ചെയ്യാം, അതിങ്ങനെ കേൾക്കുമ്പോ തന്നെ ശരിയാണ്, അതൊന്നും ചെയ്ത് നോക്കാം. ആ ഒരു ഇത് എങ്ങനെ കിട്ടിയ ഒരു ഹുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? എങ്ങനെയോ അങ്ങനെ ഇതിനു വേണ്ടി ചെയ്തൊന്നും ആയിരുന്നില്ല, മിക്ക വീഡിയോസിലുണ്ടല്ലേ, ഇപ്പൊ എല്ലാത്തിലുണ്ട്. നമ്മൾ ആദ്യ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല, അതെപ്പോഴോ ഞാൻ ആദ്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പൊ അതിലൊരു ഫോളോവർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു, അത് പറഞ്ഞത് കൊള്ളാം, നമുക്ക് ഭയങ്കര ഇതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു തോന്നി. അപ്പൊ അത് എപ്പോഴും അങ്ങനെ കൂടെ കൂട്ടി എങ്ങനെ വന്നു, അതാണ് സത്യം. അങ്ങനെ എടുത്തെന്നല്ല, തന്നെ വന്നു. നമ്മൾ ലാസ്റ്റ് പറയുന്ന ഒരു കുക്ക് റെസ്പോൺസിബിൾ എന്ന് പറയുന്നതും ആക്ച്വലി വൈഫാണ് ആ ഇത് ടാഗ് ലൈൻ കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യം ചെയ്തപ്പോഴേക്കും ആംഗ്ലിഷ് ഷെഫ് എന്നുണ്ടായിരുന്നു, ആംഗ്ലിഷ് ഷെഫ് കിച്ചൺ എന്നുണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിന് ശേഷം വൈഫാണ്, ഓക്കെ നമുക്കൊരു ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ കുക്ക് റെസ്പോൺസിബിളി ലാസ്റ്റ് പറയാന്നുള്ള ഇതും ആ വൈഫ് തന്നെ ലാസ്റ്റ് ഓക്കെ നമ്മള് ബൈ പറഞ്ഞു പോകണ്ട, നമുക്ക് ജസ്റ്റ് കുക്ക് റെസ്പോൺസിബിൾ പറഞ്ഞു പോകാം എന്ന് പറഞ്ഞത്. അതൊക്കെ ഹിറ്റായി. സത്യം പറഞ്ഞ ഈ ആംഗ്രി ഷെഫ് എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഷെഫ് ഭയങ്കര ചൂട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു മനുഷ്യനാണെന്നാ വിചാരിച്ചത്. പക്ഷെ ശരിക്കും ഇപ്പൊ ഷെഫിന്റെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിൽ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഷെഫ് ആണെങ്കിലും ഭയങ്കര തങ്കപ്പെട്ട ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ ആംഗ്രി ഷെഫ് എന്ന് പേരിടാൻ കാരണം? ഞാൻ ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്ക് എന്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഇൻ ഫ്യൂച്ചർ എല്ലാ ഷെഫുമാരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള റെസ്റ്റോറന്റ്. അതിന് വേണ്ടിയിട്ട് ആംഗ്രി ഷെഫ് കിച്ചൺ എന്നുള്ള റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും. കൊച്ചിയിൽ ഒരു റെസ്റ്റോറന്റ് വേണേ. അത് ആദ്യം ഞാൻ ദുബായ് തുടങ്ങിയിട്ട് പിന്നെ കൊച്ചി തുടങ്ങണം. പെട്ടെന്ന് തുടങ്ങണം. കാരണം ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും പോലെ തന്നെ എല്ലാ ഷെഫുമാരുടെയും പോലെ തന്നെ എന്റെയും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ്. അപ്പൊ അതിന്റെ ഒരു പേര് ഞാനൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് തന്നെ എന്നെ അറിയണം എന്ന രീതിയിലാണ് ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തത്. അത് യൂട്യൂബിലാണ് തുടങ്ങിയത് കേട്ടോ. യൂട്യൂബിലൊന്നും ആരും കണ്ടില്ല, അത് അങ്ങനെ പോയി. എല്ലാവരും ചെയ്യുന്ന പോലെ കൊറോണ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് അങ്ങനെ വേസ്റ്റ് പോയി. പിന്നെ എപ്പോഴും ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വൈഫ് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റയിൽ ഇട്ട് തുടങ്ങി. ഇൻസ്റ്റയില് അത്യാവശ്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങി. പിന്നെ ഫുഡിന്റെ വീഡിയോസ് ആകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കാണും. പിന്നെ ഭയങ്കര നല്ല ഭംഗിയിലാണ് പ്രസന്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ വേറെ കാര്യം, നമ്മൾ ആദ്യം ചെയ്യുമ്പോഴേക്കും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കറിക്ക് ഇത്ര സവാള പറഞ്ഞു ചെയ്തിരുന്നത്, അതെല്ലാം മാറ്റിയിട്ട് ഞാൻ എന്റെ രീതിയിൽ എന്റെ സ്വന്തം ഭാഷ, കൊച്ചിക്കാരുടെ ഒരു ഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ ഒരുപാട് ടാറ്റൂസ് ഉണ്ടെന്ന് പറയില്ലേ, എത്ര ടാറ്റൂസ് ഉണ്ട് ഏകദേശം? 1 2 3 4 5 6 6 ടാറ്റൂ. ഞാൻ ശരീരം കറുത്തായോണ്ട് കാണത്തില്ല. അങ്ങനെയില്ല, ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ഒരുപാട് റെസിപ്പീസ് നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം എത്ര റെസിപ്പീസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് 500-600 റെസിപ്പീസ് ഉണ്ടാവും. കുറെ സിമിലർ ആയിരിക്കും, എല്ലാം ഡിഫറെന്റ് ഒന്നല്ല, കുറെ സിമിലർ ആയിരിക്കും. ചില തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട് ചില വീഡിയോസ് ഒക്കെ. ഒരു 10-500 റെസിപ്പീസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ ദുബായിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ഷവർമ കഴിക്കുകയാണെങ്കിൽ ആ ഷവർമയ്ക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്, നാട്ടിലെ ഷവർമയായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നൊക്കെ. അതെന്തുകൊണ്ടാണ്? ഷവർമയുടെ കാര്യം സത്യം പറഞ്ഞാൽ നമ്മളെ ഷവർമ നാട്ടിൽ കഴിച്ചിട്ടില്ല. ആണോ? നമ്മൾ 2 ദിവസം അൽദാസ് പറഞ്ഞിരുന്നു അത് കഴിക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒരിക്കലും നമ്മൾ UAE മിസ് ചെയ്യത്തില്ല. UAE എവിടെ പോയാലും സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. കരാമലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
സൗത്ത് ഫുൾ ഇന്ത്യൻ സൗത്ത് ബഹളമാണ്. ഇന്ത്യൻ ഫുഡാണല്ലേ. ഓക്കെ, അപ്പം ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഷെഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? എനിക്ക് കഴിക്കാൻ ഇഷ്ടം ചോറും മീൻകറി, പുട്ട് ബീഫ്, പുട്ട് പോട്ടി, അങ്ങനത്തെ നമ്മുടെ സാധാരണ നാടൻ നമ്മൾ വീട്ടിൽ കഴിച്ചു വളർന്ന, അല്ല ഞാൻ ജനിച്ച് കഴിച്ചു വളർന്ന ഫുഡാണ് എനിക്കിപ്പോഴും താല്പര്യം കഴിക്കാൻ. എല്ലാ ഫുഡും ഞാൻ കഴിക്കാറുണ്ട്, മാക്സിമം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. ഡിഫറെന്റ് ഫുഡ്, ഇപ്പൊ നമ്മള് ഫിലിപ്പീനോ ഫുഡ് ആണെങ്കിലും ഞാൻ എല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എന്ത് കിട്ടിയാലും കഴിക്കുന്ന പറഞ്ഞാല് എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. മിനിങ്ങാന്ന് കിട്ടിയില്ല. ഞാൻ കിട്ടി തോന്നുന്നു. ഞാൻ ഈ ലാസ്റ്റ് ട്രിപ്പ് മലേഷ്യ പോയി ഡുറിയൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡുറിയൻ ഐസ്ക്രീം ട്രൈ ചെയ്തു. വായി വെച്ച് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ഓ, എന്തായിരുന്നു അതിന്റെ സ്മെല്ല്? ആക്ച്വലി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്മെല്ല് കുറച്ച് റോട്ടൻ സ്റ്റിങ്കി സ്മെല്ലായിരുന്നു. ഇത് ഫീൽ ചെയ്ത് എന്തോ കരിയോയിന്റെ മണമായിട്ടായിരുന്ന സാധനം. അത് കുറച്ച് പാടായിരുന്നു. ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിയത്. ടേസ്റ്റ് ചെയ്തു കളഞ്ഞു, സത്യം പറഞ്ഞത്. ഷെഫിന്റെ മീൻകറിക്ക് സത്യം പറഞ്ഞ വേറെ തന്നെ ഒരു ഫാൻ ബേസ് ആണ് ഷെഫിന്റെ മീൻകറി. ഞാൻ പറഞ്ഞില്ല ഞാൻ മീൻകറി ഷെഫിനെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഷെഫ് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് മീൻകറി, ഒബ്വിയസ്ലി ഷെഫ് ഉണ്ടാക്കിയതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മീൻകറി. അതല്ലാണ്ട് ഷെഫ് പുറത്തു പോയി കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് മീൻകറി എവിടെയാണ്? ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയി അധികം മീൻകറി കഴിക്കാറില്ല. ഞാൻ പുറത്തു പോയി കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബീഫ്, ചിക്കൻ, ഫിഷ് അധികം കഴിക്കാറില്ല. അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. ബട്ട് ഈ അടുത്ത് കഴിച്ചിട്ട് നല്ല മീൻകറി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമ്മച്ചി ഉണ്ടാക്കിയ കാളാഞ്ചി കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ മൂന്നാറായി വന്നപ്പോഴേക്കും അമ്മച്ചി കറി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ്. നമുക്ക് വേണ്ടിട്ട് 2-3 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സൂപ്പർ കറിയായിരുന്നു. എപ്പോഴും ടേസ്റ്റിന്റെ വായിലുണ്ട്. പിന്നെ പറയുന്നതാണെങ്കിൽ ഓർമ്മയുള്ള ഒരു ഫിഷ് കറി എന്ന് പറഞ്ഞാല്, ഞാൻ പണ്ട് ട്രാവൽ ചെയ്യുമ്പോഴേക്കും വോമിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി, സിക്നസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എവിടെയോ പോയി ട്രാവൽ വന്നപ്പോഴേക്കും ഞാൻ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പൊ അമ്മച്ചിയുടെ അവിടുത്തെ ഒരു ആന്റി ഉണ്ട്, അപ്പച്ചന്റെ അമ്മയുടെ വീട്ടിലൊരു ആന്റി, ഷീബ എന്ന പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി ഉണ്ടാക്കി വെച്ചൊരു മീൻ തിളപ്പിച്ചത് കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇന്ന് വായുന്നുണ്ട്. കുറച്ച് ടേസ്റ്റ് നമുക്ക് ഇപ്പോൾ ഓർമ്മയുള്ള ഒരു ടേസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ മീൻ വാങ്ങുന്ന സമയം അനുസരിച്ചാണ് നമ്മൾ ഓരോ രീതിയിൽ കുക്ക് ചെയ്യുന്ന സ്റ്റൈലിന് ഷെഫ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അത് പറഞ്ഞത് പണ്ട് അമ്മച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കല്ല് അരക്കുന്ന കല്ല് പണ്ട് ഞങ്ങൾ അരച്ചാൽ ഉള്ളിൽ കറി വെക്കും, തേങ്ങ അരച്ചിട്ടാ വെക്കും. അപ്പൊ അരക്കുന്ന കല്ല് എപ്പോഴും പുറത്ത് കുറച്ച് നീങ്ങിയിട്ടൊക്കെ ആയിരിക്കും. അവിടെ ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള വെട്ട സംഭവമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ വൈകിട്ട് ആണ് മീൻ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, മീൻ വെട്ടി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അരച്ചെടുക്കാനുള്ള ടൈം കുറവായിരിക്കും. അപ്പൊ അതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിളപ്പിക്കൽ എന്നുള്ള പരിപാടി ചെയ്യുന്നത്. ബട്ട് അത് ഭയങ്കര ടേസ്റ്റാ. അയ്യോ, എനിക്കത് പറയുന്ന കേട്ടിട്ട് എനിക്ക് വെള്ളം വരുന്നത്. ഇപ്പം ഒരുപാട് മീനുകൾ ഉണ്ടല്ലോ. ഇപ്പം ചൂര, കേര, കാളാഞ്ചി, ഇതിനകത്ത് ഏത് മീൻ കുക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്? മത്തി. അല്ല, എനിക്ക് അതേ ഇഷ്ടം പൊടിമീൻ. പൊടിമീൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലയെല്ലാം വലിക്കുമ്പോഴേക്കും മിക്സ് ചെയ്തിട്ട് മീൻ കിട്ടും. ഇപ്പൊ മാഷിന് അറിയാൻ പറ്റുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിമീൻ അല്ല, ഈ മുള്ളൻ, മാലൻ, മണങ്, അങ്ങനത്തെ എല്ലാം കൂടി മിക്സ് ആയിരിക്കും. എന്റെ അപ്പച്ചൻ വല വലിക്കുമായിരുന്നു ഫോട്ടോ വെച്ചിട്ട്. അപ്പച്ചൻ ഷെഫായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഫ്രീ ടൈം വല വലിക്കുമായിരുന്നു. അപ്പൊ വല വലിക്കുമ്പോൾ അപ്പച്ചൻ കൊണ്ടുവന്ന മീൻ ഈ മിക്സ് ആയിട്ടുള്ള മീനാണ്. ഈ മീനിന്റെ പ്രത്യേകത ഭയങ്കര ഫ്രഷ് ആയിരിക്കും. വല വലിച്ച് നേരെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. മത്തിനേക്കാളും പൊടിമീൻ ഞാൻ ഉദ്ദേശിക്കുന്ന മീൻ തന്നെയാണോ? എനിക്ക് പൊടിമീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആയിരിക്കും. എല്ലാത്തിനും ചെറിയൊരു മീനായിരിക്കും. എല്ലാ ഈ 4-5 മീനിന്റെ മിക്സ് ആയിരിക്കും അതിനകത്ത്. ചിലപ്പോ കൊഴുവ ഉണ്ടാവും, കുറച്ച് വേളൂരി. ഞാൻ ഈ കൊഴുവയൊക്കെയാണ് അതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള മീനാണ്. പിന്നെന്താ വേളൂരി, അതൊക്കെ തന്നെ.